ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ നമ്മുടെ സെൻറ്റ് മാർട്ടിൻ കേവ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കി വിശേഷങ്ങളും കൂടെ നമുക്ക് വഴിയെ കാണാം. ഞങ്ങള് ലോങ് ബീച്ചിൽ നിന്ന് പയ്യെ അങ്ങ് പോന്നു കേട്ടോ. കാരണം തണുപ്പൊക്കെ ആയതുകൊണ്ട് പയ്യെ അങ്ങ് പോന്നു. പാറ തുറന്നായിട്ട് ഒരു റോഡ് പണിതേക്കണേ. ആ മല തുറന്ന് അത് റോഡാക്കിയേക്കുക. ആ അവിടെ എന്തോ ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ, അവിടെ കുറെ വണ്ടികളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അറിയില്ല, പോയി നോക്കാം. ചെറിയ അരുവി. ആ അത് എന്താ നോക്കാം. നമുക്ക് നടക്കാനൊക്കെ ഉള്ള അവിടെ തിരക്കുണ്ട്. എന്താണ് സസ്പെൻഷൻ ബ്രിഡ്ജ്? ഓ ഇതാണ് അവര് പറഞ്ഞത്, സസ്പെൻഷൻ ബ്രിഡ്ജ്. ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഹാങ്ങിങ് ബ്രിഡ്ജ്. ഫോണ് വഴി നോക്കി. എന്റെ പൊന്നോ, ഇത് നോക്കിയടി. ആ ഇവിടെ എന്തോ ട്രെയിൽ ഉണ്ട്. അവിടെ ആ അതാണ് ഇവിടെ എന്താണ് ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ. ഇവിടെ ഒരുപാട് പേരുണ്ട്. ഓക്കെ, ആ ബ്രിഡ്ജ് വരെ വണ്ടി പോവില്ലല്ലോ, ഇറങ്ങി നടക്കേണ്ടി വരും. ഇന്ത്യക്കാരൊക്കെ ഉണ്ടല്ലോ. ആ ഇവിടെ ചെറിയൊരു ഇതുണ്ടല്ലോ. അതെന്താ ചായക്കടയാണോ? ആ ചായക്കട പോലെ, ഫുഡ് സർവീസസ് അറ്റ്. പക്ഷെ അത് ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു അല്ലേ? അറിയില്ല. അപ്പോൾ ഞങ്ങളിതേ അടുത്തത് ഇവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. ഞങ്ങൾ അങ്ങടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ കുറേ പേര് വന്നിട്ടുണ്ട്, നമ്മുടെ ഫ്രണ്ട്സൊക്കെ. അവിടുന്ന് മറ്റേ കോടം എന്നോക്കി. ഇവിടെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ചായയൊക്കെ തിളപ്പിച്ച് കുടിച്ചിട്ട് അങ്ങ് പോയായിരുന്നല്ലേ. ഇവിടെ ഒരു തണുപ്പില്ല കേട്ടോ. നമ്മൾ മറ്റിടത്തൊക്കെ ബീച്ചിൽ ഇറങ്ങിയപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. വെള്ളം പോണേക്ക് അരുവി രസമുണ്ട് കേട്ടോ. ഫുൾ നമ്മൾ ഈ മറ്റേ കറുത്ത കല്ലുകളല്ല, വെള്ളാരം കല്ല് പോലത്തെ കല്ലുകളാണ് ഇവിടെ. നമ്മുടെ അക്വേറിയത്തിന്റെ അകത്തൊക്കെ കാണുന്ന കല്ലേ, അതുപോലത്തെ കല്ല്. അതെ,
കുലിക്കത്തെ കുലിക്ക ആയിക്കോട്ടോ. നമ്മളതേ അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ ഇന്ത്യക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആൾക്കാരൊക്കെ പോയി തുടങ്ങി ഇപ്പോൾ. നമ്മൾ ആ വഴിയാണ് മേളിൽ നിന്ന് വന്നത്. ഏതാ? ആ മുകളിൽ നിന്ന് വന്നു. ഈ പാലം കയറി അവിടെ നിന്ന് ലെഫ്റ്റ് ഇറങ്ങി. ആ കാറ് പോണ വഴിയിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത് കേട്ടോ. നമ്മൾ പിന്നെ ഈ പാലം കയറി വന്നു. ഈ പാലത്തിന്റെ അടിയിൽ ഒരു പാലം കണ്ടോ നിങ്ങൾ? അതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ്. എന്താ മോനെ, നമുക്ക് അങ്ങോട്ട് പോവാം. എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് ഈ നമ്മള് വേറെ കുറെ സ്ഥലങ്ങളൊക്കെ നമ്മൾ ഈ മാഗസീൻസിലൊക്കെ കാണൂലേ, ഇതുപോലെ സ്ഥലങ്ങള് നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഇതുപോലെയോ? ഹിമാചലിലുണ്ട്. ഹിമാചൽ ജമ്മു ഏരിയയില് ഇതുപോലെ സ്ഥലങ്ങളുണ്ട്. അത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ, അറിയില്ല. അല്ല പക്ഷെ നമ്മുടെ നാട്ടിലുണ്ട് ഇതുപോലൊരു ഹാങ്ങിങ് ബ്രിഡ്ജ്. തൂക്കുപാലം നാട്ടിലെല്ലാം കേറിയിട്ടില്ലടാ. ഇല്ലേ? ഞാൻ ഫസ്റ്റ് ടൈമാ. തൂക്കുപാലങ്ങളും ഇഷ്ടം പോലെ ഉണ്ട്. അബികയില് ഫുഡ് കഴിച്ചത് അവക്കടെ ഉടുപ്പേക്കടെ ഫുഡൊക്കെ വെച്ചാണ് കേട്ടോ ആ കഴിക്കടെ. അപ്പോൾ നമ്മൾ അവിടെയാണ് കാറ് പാർക്ക് ചെയ്ത് നമ്മൾ നടന്നു വന്നത്. കുറച്ച് ദൂരം നടക്കാനുള്ളൂ നമുക്ക് ഇങ്ങടേക്ക്. അയ്യോ, ഈ വെള്ളം ഒഴുകുന്നത് കാണാനാണ് ഏറ്റവും ഭംഗിയല്ലേ? അതെ. കുളിക്കാൻ പറ്റുമായിരുന്നു ഇവിടെ. ഇറങ്ങി നോക്ക്. എന്നിട്ട് എന്നെ പോലീസ് വിളിച്ചിട്ടുണ്ടോ? അല്ല, ഇത് കൂടെ അങ്ങ് ഇറങ്ങണേന് ഒരു പോലീസും പിടിക്കില്ല. ഇറങ്ങിക്കുവാണെങ്കിൽ ഇത് കൂടെ ചവിട്ടി വേണ്ട. അത് ഞാൻ ഒന്ന് ഇറങ്ങി നോക്കാം. ഇറങ്ങണ്ടോ? തെന്നിപ്പോയാലോ? ഇല്ല, നീ ഇതിനെ ഈ ഒരു തൊക്കത്ത് പിടിച്ച് ഇവിടുന്ന് സൂക്ഷിച്ചിറങ്ങിട്ട് ചായ. തണുപ്പുണ്ടായിരിക്കൂട്ടെ വെള്ളത്തിന്. അത് നോക്കാനാ. എങ്ങനെയുണ്ട്? മുഖം കഴുകി നോക്കിയാ വിറച്ചു പോവോ? നോക്ക എങ്ങനെയുണ്ടെന്നുള്ളത്. ഫുള്ളി ഈ മലയിന്നും കല്ലിന്റെ ഒക്കെ ഇടയിലൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും. ഓ, എന്റെ ഷൂ നനഞ്ഞു. നല്ല തണുപ്പ്. ആണോ? നല്ലതല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു തണുപ്പ്. ഓവറല്ല. ആബി പോണ്ടോ? ആബി പോണ്ടോ? ആബിനിപ്പോ വെള്ളത്തിലേക്ക് ഇറക്കി വിടണം. ആഹാ, കൊള്ളാം. ഇതൊരു ചെറുതേ, അപ്പുറത്തേക്കാണ് കുറച്ചും കൂടെ നന്നായിട്ട് വെള്ളം ഒഴുകണേ. ശരി. അത് ചിലപ്പോ താഴ്ച ഉണ്ടാവുമായിരിക്കും കേട്ടോ. പിന്നെ ഈ വെള്ളം ഒന്ന് മുട്ടിച്ചോട്ടെ. വേണ്ടടാ, ഒന്നാമത് കല്ലിന്റെ ഇടയ്ക്ക് കട കൊച്ചിനെ ഇറക്കണ്ട. തെന്നിപ്പോയി കഴിഞ്ഞാലോ. എന്റെ കയ്യിലുള്ള വെള്ളം. കയ്യിലുള്ള വെള്ളം. അത് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്റെ മുഖത്തുള്ള വെള്ളം തേച്ച് വെക്കാം. കോട വാങ്ങണോ സാറായി. അബികേൽ എക്സൈറ്റഡ് ആണ്. കയ്യെ കാണിച്ച് അങ്ങോട്ട് പോവാന്നുള്ള രീതിയിൽ. അബികേലിന് പിറകിട്ട് അബികേൽ ആ പാലം കടന്ന് അപ്പുറത്ത് തിരിച്ചു വരും. വേഗം പോട്ടെ നമുക്ക്. എന്താ പോ, വേഗം കൊണ്ടുപോയി. ഞാൻ പറഞ്ഞ സ്റ്റോൾ എടുക്കാന്ന്. സാരല്ല, ചെളിയാ മൊത്തം. എന്റെ അമ്മോ, ആ പാലത്തിന്റെ അടിയിലെത്തില്ല നമ്മള്. എക്കോ ദേടാ, അവിടെ ഒരു ബെഞ്ച് ഇട്ടാണോ? അതെങ്ങനെ ആ പാലത്തിന്റെ അടിയിലായിട്ട് നിങ്ങക്ക് പോയി നോക്കാം. അത് കൊള്ളാട്ടോ. അതാണ്. അയ്യോ, ഒരു കാപ്പിയൊക്കെ കുടിച്ചോടെ ഇരിക്കണോ? ഞാൻ പറഞ്ഞാ സ്റ്റൗ എടുക്കാന്ന്. സ്റ്റൗ എടുത്ത് നമ്മള് പാലം കടന്നെങ്ങനെ അപ്പുറം പോണേ? പാലത്തൊക്കെ കയറും. നമ്മള് പാലം കിടന്ന് അപ്പുറം വരെ പോകാൻ പറ്റുമോ? പിന്നെ പോയി നോക്കാം, നടക്കാം. എനിക്ക് കണ്ടിട്ട് പേടിയാവണോടാ, വല്ല പൊട്ടി പോടാ. പൊട്ടി പോകുന്നില്ലടി.
ഒരു സമയത്ത് 10 പേർക്ക് കയറാൻ പാടുള്ളൂ. ചോദിച്ചിട്ടുണ്ടോ ഇൻസ്ട്രക്ഷൻസ് ഇതാ? അപ്പം ഞാനും കൊച്ചു ആദ്യം പോവാ, നീ രണ്ടാമതായി. അത് കൊള്ളാം, ശരി. ആ മാക്സിമം കപ്പാസിറ്റി 10 വയസ്സ്. അത് നീ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പണിന്നാവും. ഓ അയ്യോടാ. അവിടെ വരെ എഴുതിച്ചിട്ടുണ്ട് കേട്ടോ, മാക്സിമം കപ്പാസിറ്റി 10 എന്ന് പറഞ്ഞിട്ട്. ബാ, അപ്പൊ നമുക്കൊന്ന് കയറി നോക്കാം. എടാ ആടൂരാടാ അത്. കമ്മാൻ. ഓ പൊളി. എടാ കുലുങ്ങുന്നുണ്ടോ? ആ ചെറുതായിട്ട്. എന്റെ പൊന്നോ, ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിലല്ലോ. എടാ തിരിച്ചോടാ, ഇങ്ങോട്ട് വാ. എടാ ഒന്നിച്ചു കൊണ്ടുപോടാ. വാ, കുഴപ്പമില്ല, വാ. ആട്ടരുതട്ടോ, ആട്ടരുതട്ടോ. അമ്മ പേടിച്ച് വരച്ച മോനെ തന്നെ. എടാ ഈ പലകൊല്ലം പോവോ? ഈ സെന്ററിലെ പലകയെ ചവിട്ടാണ്ടിരുന്നേ. എന്താ ഒന്നുമില്ല. എടാ എന്നാടാ പറഞ്ഞിട്ട് പോടാ. എടി സെന്ററിലെ പലകയിൽ ഇച്ചിരി തൊലി പോയിരിപ്പുണ്ട്, അതിനകത്ത് ചവിട്ടണ്ട. എടാ ഞാനില്ലാടാ. വാ, ഞാൻ തിരിച്ചോട്ടെ. ആ മൊബൈൽ ഇങ്ങനെ. അയ്യോ ഇതൊക്കെ താഴണ്ടാ. ഏത് അവിടെ ചവിട്ടണ്ട. ഞാൻ ഇല്ലടാ, നീ പൊക്കോ, ഞാൻ ഇല്ലടാ. നിങ്ങൾ പോയിട്ട് വരാന്നാ. പേടിച്ച് വിറച്ചിരിക്കേണ്ട കാര്യ. വാ. എടാ ഞാൻ ഇല്ലടാ. എടാ കുലുക്കണ്ടാ. എടാ ഓ അപ്പൊ ഞങ്ങൾ ഇവിടെ വീണോട്ടെ. ഈ ചേന നടക്ക് ചവിട്ടിരുന്നോ? കണ്ണടച്ചൊക്കെയുള്ള വന്നതാണ്. എടാ ആട്ടരുതട്ടോ. ഞാൻ ആട്ടുന്നില്ല, ഞാൻ നടന്നു പോണല്ലേ ഉള്ളൂ. നീ എങ്ങനെ ഇത്ര കൂളായിട്ട് ചേ പോണേ? ഈ ചേട്ടൻ നിന്നേ, നീ നടന്നിട്ട് ഇത് ആടണേ. നമുക്ക് ഇങ്ങനെ നടന്നു നോക്കാം. അയ്യോ പലകയത്. ഇത് കണ്ടോ? ഓ സ്വർഗം. മറ്റേ ഇതിൽ പറയുന്നല്ലേ, ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇതാണ്. എന്താലേ അവിക്ക് ഇഷ്ടപ്പെട്ടോ? അവിക്ക് എന്താ ഇഷ്ടപ്പെടാം? ആവിയല്ലോ, ഞാനല്ലേ നടക്കണം ആവിനെ കൊണ്ട്. പോട്ടെ, ഞാൻ വന്നോളാം. എന്നെ നോക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ഇഴഞ്ഞാണെങ്കിലും അവിടെ എത്തിക്കോളാം. പോവാമോ? തറയോടാ. ഇവിടത്തെ ആണയൊക്കെ ഇളകി തരുന്ന ആൾക്കാർ 10 ആണയൊക്കെ അടിച്ചു വെച്ചേക്കണു ഇവിടെ. ചേടാ നമുക്ക് ആ ക്യാമ്പ് ചെയ്യാനുള്ള ക്യാമ്പ് ചെയ്യാൻ പോട്ടെ. സ്റ്റവും കാര്യങ്ങളെ കൊണ്ടുവന്നായിരുന്നു, ഇവിടെ ചായ വെച്ചിരിക്കായിരുന്നുടാ. അത് നമുക്ക് തിരിച്ചു വന്നിട്ട് എടാ ഒച്ച വെക്കണോടാ. കഴിഞ്ഞു. ദേടാ അമ്മ വന്ന് നോക്കി. ഇത് ടാസ്ക് തന്നെ. ഒന്നും കൊണ്ടും പേടിക്കാനില്ല. അങ്ങനെ പാലം കടന്ന് ഇപ്പുറത്ത് വന്നു. ഓ ദേ വെൽക്കം ടു ദ ഫണ്ടി ഫുഡ് പാത്ത്. ഇവിടെ വല്ലോ ഇവിടെ ഒരു വാക്കിംഗ് ട്രെയിൽ ഉണ്ട്. കണ്ടോ? നമ്മളിപ്പോ എവിടെ നിക്കുന്നേ? നമ്മൾ ഇവിടെ നിങ്ങളെ വന്നേ പിന്നെ അല്ലേ? അല്ല, അത് വളരെയധികം ഒരു നല്ലത്. ഈ പബ്ലിക് ടോയ്ലറ്റ് എല്ലായിടത്തും, എല്ലായിടത്തേക്കൂടെയും ഉണ്ട് അത്. ഇവിടെ വണ്ടികൾ വരും. ഇതേ വണ്ടിയുടെ പാടുണ്ടല്ലോ അവിടെ. അത് വേറെ ഏതെങ്കിലും വഴിയായിരിക്കും വന്നത്, എനിക്കറിയില്ല. അമ്പോ, അതിന് മേളിൽ നിന്നൊക്കെ ചെറിയ വെള്ളം ഒഴുകി വരുന്നുണ്ടല്ലേ, മലവെള്ളം. എവിടെന്നാ? എവിടെ?
ഇത് എന്റെ ആ മേളുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇതിന്റെ തീരത്ത് തന്നെ എന്തായാലും ഒരു ആംബിയൻസ് ഇവിടെ നോക്കി. ആവി അവിടെ നിന്ന് കല്ലില് കളിക്കാട്ടോ. അതാ ഇപ്പഴാ ആവി ഒന്ന് ഹാപ്പി ആയത്. നോ കല്ല് പറക്കി തിന്നെ ആവി. അത് കടിച്ച പൊട്ടൂല കേട്ടോ. ആവി ഏയ് എല്ലാം നക്കി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. നമ്മുടെ സ്ഥലമൊക്കെ അടിപൊളിയാണ്ടോ. പിന്നെ ഈ മഴയൊക്കെ അതുകൊണ്ട് കുറച്ച് ചേറൊക്കെ ഉണ്ട് നമുക്കിവിടെ നടക്കുമ്പോൾ. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഈ ട്രെയില് നമ്മുടെ ഈ സമ്മറിന് മാത്രമേ ഉള്ളൂ. വിൻ്റർ ആകുമ്പോഴത്തേക്ക് ഇത് ക്ലോസ് ചെയ്യും. പിന്നെ അടുത്ത വർഷം ഇത് ഓപ്പൺ ചെയ്യത്തുള്ളൂ കേട്ടോ. മാക്സിമം നമുക്ക് എല്ലാവരൊക്കെ വന്ന് കാണുക. അടിപൊളി സ്ഥലമാണ്. അവരവിടെ ഇരുത്തിയേക്കുക ഫോട്ടോ എടുക്കാനായിട്ട്. അവരവിടെ ഇരുത്തിയിട്ട് വന്നു കേട്ടോ. ഹായ്. അവർ രണ്ടുപേരും അവിടെ ഇരിക്കുക ഫോട്ടോ എടുക്കാനായിട്ട്. ഞാനിങ്ങോട്ട് പതുക്കെ നടന്ന് പോകുന്നു ഇങ്ങോട്ട്. നിങ്ങൾ വന്നില്ലേ? ആ ഞങ്ങള് വരാം. ബൈ 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 ബൈ. അമ്മോട് പറയണ്ട നമ്മൾ അമ്മേനെ കളയാൻ കൊണ്ടുവന്നാന്ന് കേട്ടോ. അമ്മ അറിയണ്ട കേട്ടോ അത്. അമ്മ നമുക്ക് ഇവിടെ എവിടെയും കളഞ്ഞിട്ട് പോവാം അമ്മേനെ. ആ ഇവിടെ കളയാ. അമ്മ ഞങ്ങളെത്തി അമ്മ. ഞങ്ങൾക്കൊരു ചായ ഇട്ട് കുടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നിറച്ച ആൾക്കാരില്ല. ഇവരൊക്കെ എവിടെ പോയതായിരിക്കുമോ? ആ ട്രെയിനിൽ പോയിട്ടുണ്ടാവുമായിരിക്കും. നമ്മളങ്ങനെ ഹാങ്ങിങ് ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സെൻറ്റ് മാർട്ടിൻസ് കേവ് അടുത്തെത്താറായി. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഒരു 3 കിലോമീറ്റർ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റ് മാർട്ടിൻസ് ബീച്ചായി. ഇവിടെ കൊറേ വീടുണ്ട്. അപ്പൊ ഇവരൊക്കെ ആ വീട് നോക്കടാ. അതേ പറഞ്ഞേ. അയ്യോ അത് പൊളി. ഫ്രണ്ടിൽ തന്നെ ബാക്കില് ഫുള്ള് ബാക്കിൽ കടല് ഫ്രണ്ടില് പോണ്ട്. മൊത്തത്തില് എടുക്കാൻ പറ്റില്ല വീട്. ഇവിടെ ഒക്കെ വീടുകളുണ്ട്. പക്ഷെ ഇവര് ഈ വിന്റർ സമയത്ത് എങ്ങനെ പുറത്തിറങ്ങും? തണുപ്പായിരിക്കും. ചിലപ്പോ അവരുടെ വെക്കേഷൻ ഹോം ഒക്കെ ആയിരിക്കും. ചിലപ്പോ അങ്ങനെയായിരിക്കും.
അതായത് സമ്മറിൽ താമസിക്കുന്ന സ്ഥലം അല്ലേ? നമ്മള് ഫണ്ടി ട്രെയിലിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഫണ്ടി ട്രെയിലിന്റെ ഇത് കഴിഞ്ഞു, ഡിസ്റ്റൻസ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മള് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മള് സെയിന്റ് മാർട്ടിൻസിലേക്ക് പോകുന്നത്. ഇപ്പൊ 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഇപ്പൊ നമുക്ക് 2 മിനിറ്റ് കാണിക്കുന്നേ. ആപ്പിൾ മരം നട്ടു വെച്ചാണല്ലേ ഇതല്ലേ? ആപ്പിളിന്റെ കൃഷിയാണ്. ആപ്പിളിന്റെ കൃഷിയാണോ? പക്ഷെ ഇവിടത്തെ വീടൊക്കെ ഒരുപാട് പഴയ പെരകളെ കണ്ടോ? എല്ലാം തന്നെ കണ്ടത്. ആ പെരയൊക്കെ കണ്ടു ഇടിഞ്ഞു പൊളിഞ്ഞ് ഇപ്പൊ ചാടുന്ന് പറഞ്ഞ പോലെ ഇരിക്കണേ. നമ്മളിപ്പോ ഒരു 900 മീറ്ററിൽ നമ്മള് സ്ഥലത്തും. ഇന്നാണെങ്കിൽ 7:58 ആകുമ്പോഴത്തേക്കും സൺസെറ്റ് ആണ്. അപ്പൊ അത് ഇരുട്ടുന്നതിന് മുന്നേ നമുക്ക് പോയി കാണാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അത് റോഡ് സൈഡ് തന്നെയാടി. ആണോ? നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റുന്നില്ല? അവിടെ ഇറങ്ങി പോകാൻ പറ്റും. നമ്മള് ഇപ്പൊ മാപ്പ് കാണിക്കുന്ന ഒരു വിധം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് സൈഡ് തന്നെയാണ് ബീച്ച്. പുത്തൻ ഇറക്കണല്ലോ. ഇറക്കത്തിന്റെ അവിടെ കാണുന്നതാണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. കാണുന്നതാണ് കേട്ടോ. അയ്യോ അത് പൊളി. കാണാണ് ലെഫ്റ്റ് സൈഡ് കാണാണ് കേവ്. വെള്ളം ഇറങ്ങിയല്ലേ? വെള്ളം ഇറങ്ങിയിരിക്കുക. ഓക്കെ. നമ്മള് ഇങ്ങനെ എത്തി. ഇവിടെയും ഇന്ത്യക്കാരുണ്ടല്ലോ. ഇവിടെ നോക്കിയാലും വെള്ളം ഇറങ്ങിക്കണക്ക് കേവ് ആണ് കേട്ടോ. അറ്റത്ത് ഇതാണ് ആ കേവ്. സെന്റ് മാർട്ടിൻ കേവ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സെന്റ് മാർട്ടിൻ കേവ് എത്തി. ഇപ്പോൾ വെള്ളം ഇറങ്ങിയ സമയം ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവർ 5:30 ആകുമ്പോഴത്തേക്കും വെള്ളം ഇറങ്ങുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് കാണാനായിട്ട് എൻ്റെ ഒന്നും പറയാനില്ല. സൂപ്പർ. നമുക്കിവിടെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ച് ഈ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് അടിപൊളിയാണ് കേട്ടോ ഇതിൽ കാണാനായിട്ട്. നമുക്കിവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അടിപൊളിയാണ് കാണാൻ. കാണുന്ന കേട്ടോ സെന്റ് മാർട്ടിൻസ് കേവ്. ഇവിടുന്ന് കടലിറങ്ങി അങ്ങോട്ട് പോയേക്കണേണ്. ലോ ടൈഡ് ആയതുകൊണ്ട് ഫുള്ളും പെബിൾസാണ് ഇവിടെ. ഒരു പെബിൾ ബീച്ചാണ്. അതുകൊണ്ട് ചവിട്ടുമ്പോൾ ഭയങ്കര സൗണ്ടാണ്. ഓൾറെഡി എൻ്റെ അകത്തൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ ഹൈ ടൈഡിൻ്റെ സമയത്ത് ഇവിടെ മൊത്തം വെള്ളമായിരിക്കാം. കേവ് ഫുള്ളും വെള്ളം കയറി കിടക്കുകയായിരിക്കും. അവളെ കൊച്ചിനെ കാറിലിരുത്തി. അബിഗേൽ ഉറങ്ങുക. അപ്പോൾ അതുകൊണ്ട് അബിഗേലിനെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം അബിഗേൽ ഇത്ര നേരം കാറിലിരുന്ന് കരച്ചിലായിരുന്നു. അബിഗേലിനെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഇതൊക്കെ തെന്നുന്നുണ്ട് കേട്ടോ. അത് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. എന്താ പോലീസല്ലോ. അവിടെ കേവ് ആവാൻ പാകത്തിന് 2 തുള ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വലിയ കേവാണ്. അതിൻ്റെ അപ്പുറത്ത് ഒരെണ്ണമുണ്ട് ചെറുത്. ഇതിൻ്റെ അകത്ത് കയറിയിട്ട് അകത്തുനിന്ന് ഒരു വിഷ്വലിട്ട് നോക്കാം. അവിടെ വെള്ളമുണ്ട്. വാട്ടർ ക്രോസ് ചെയ്ത് പോകണം അല്ലേ? ഒരു ടാസ്ക് ആണല്ലോ. വെള്ളത്തിൽ കൂടെ നടന്ന് പോകണം. അമ്പോ ടാസ്ക് ആയല്ലോ. എൻ്റെ ഷൂ നനഞ്ഞ്.
ഷൂ നനഞ്ഞ് ഷൂ നനഞ്ഞ് ഷൂ നനഞ്ഞ് ഷൂവിൽ ഫുള്ള് വെള്ളം കയറി. സാരല്ല. ഇതാണ് ആ കേവ്. ഹൈ ടൈഡ് വരുമ്പോൾ എൻ്റെ അകത്ത് മൊത്തം വെള്ളമായിരിക്കും. അതിന് അങ്ങറ്റത്ത് ഗാർബേജ് ബാഗ് വന്ന് അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ടല്ലോ. കൊള്ളാം. ഇതാണ് ഗൈസ് ഇതിൻ്റെ അകത്തുനിന്നുള്ളൊരു കാഴ്ച. ആൾക്കാരൊക്കെ ബുദ്ധിപൂർവ്വം ഷോർട്സും ചെരുപ്പൊക്കെ ഇട്ടാണ് വന്നത്. ഞാനാണെങ്കിൽ ഷൂ ഒക്കെ ഇട്ട് ഷൂ നനഞ്ഞെൻ്റെ. അവർക്ക് വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണ്. പാല് പിടിച്ചിട്ടുണ്ടോ? എന്താണ് തെന്നി വീഴുമോ? അതിവിടെ ഒരു ഫോർമേഷൻ ഉണ്ട്, നോക്കാം. അവിടെ ആൾക്കാരുണ്ട്. ഇത് വലിയതാട്ടോ. അത് അകത്തേക്ക് തള്ളി നിൽക്കുകയാണ്. അകത്തേക്ക് കയറി നിൽക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര വൈഡായിട്ടുള്ള ഒരു കേവാണ്. ഇവിടെ നിന്നൊരു ചേച്ചി ഒരു പട്ടിനെ കൊണ്ട് വരുന്നുണ്ട്. തെന്നി കിടക്കുക. എപ്പോഴാണ് പടവനടിച്ച് വീടാന്ന് പറയാൻ പറ്റില്ല. പുള്ളിക്കാരത്തി എത്ര ഫ്രണ്ടിലല്ലെന്ന് തോന്നുന്നു. മുഖത്തൊന്നും ചിരിച്ചൊന്നും കാണിച്ചില്ല. ഞാനൊന്ന് ചിരിച്ച് കാണിച്ചിട്ട് തിരിച്ച് മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. പൊളിഞ്ഞു കിടക്കുന്ന നല്ല തണുത്ത വെള്ളം കേട്ടോ. എൻ്റെ ഷൂ ഇനി എവിടെ ഉണക്കാനിടും? അപ്പോൾ ഇതാണ് സെൻറ്റ് മാർട്ടിൻസ് കേവ്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ തിരിച്ചു പോണതിന് മുമ്പ് നടന്നിട്ട് അങ്ങോട്ട് എത്തുന്നില്ലല്ലോ. എനിക്കാണെങ്കിൽ പോയിട്ട് ചെറിയൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. കാറ്റൊക്കെ അടിച്ചിട്ട് എല്ലാം. ഓ, ഇവിടെ കണ്ടൊരു ബ്രിഡ്ജ് ഉണ്ട്. ഒരു വുഡൻ ബ്രിഡ്ജ്. ഇവിടെ അടുത്ത് തന്നെയാണ് തോന്നുന്നത്. ലാൻഡ് സ്ലൈഡിൻ്റെ വാർണിംഗ് കൊടുത്തിട്ടുണ്ട് അവിടെ. ക്ലൈമറ്റാണ് രക്ഷയില്ലാത്തത്. ഹലോ ഓൾ, ഞങ്ങളപ്പോൾ സെയിൻറ്റ് മാർട്ടിൻസ് കേവ് ഒക്കെ കണ്ടിട്ട് ഞങ്ങളിതേ ഇവിടെ എത്തിയേക്കാണ്. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് വണ്ടി ഇതേ ഇവിടെ ഇട്ടേക്കണം.
കോട കയറിയിട്ട് വ്യൂ രക്ഷയില്ല എന്ന് വെച്ചാൽ നമുക്ക് താഴത്തേക്കുള്ളതൊന്നും കാണാനും വയ്യ, എന്നാലും നമുക്കൊരു മാരക ലുക്കാണ്. അവരവിടെ സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ പോയി ഇരിപ്പുണ്ട്. ഞങ്ങൾ തിരിച്ചു പോകണ വഴിയാട്ടോ ശരിക്കും. തിരിച്ചു പോകണമെന്ന് വെച്ചാൽ ഫണ്ടി ട്രെയിൽ വഴി തന്നെ തിരിച്ചു പോകുന്നത്. ആബി, ഓഹ് ആബി എന്താ സന്തോഷം. മഷ്റൂം കഴിക്കണതിൻ്റെ ഒരു ഹാപ്പിനെസ് ആണോ ആബിക്ക്? ആബി വിശന്നിരിക്കുകയായിരുന്നു, അപ്പോൾ ഞാൻ മഷ്റൂം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കൊടുത്തതാ. പക്ഷെ ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഒരുപാട് തണുപ്പുണ്ടോ? ഞാൻ വരയ്ക്കുന്നുണ്ട്, കാരണം ആബി ഈ ഡ്രസ്സ് ഇരിപ്പിച്ച് നന്നായി, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ നമ്മള് ബനീനായത് കൊണ്ട് നിനക്ക് വരക്കല്ലേ? ഇല്ല, ഞാൻ ഓക്കെ ആയി ഈ തണുപ്പത്തെ കൂടെ നടന്ന്. പക്ഷെ എനിക്ക് വരക്കുന്നുണ്ട് ചായ. ചെറിയ കാപ്പി ഉണ്ടായി കൊടുക്കും, അത് ചൂടനെ നല്ല അതെടുക്കണ്ട മോനെ. ഞങ്ങളുടെ സ്ഥിരം കലാപരിപാടികളൊക്കെ തന്നെ. കാപ്പി മാത്രം മതി കേട്ടോ. കാപ്പി മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് വേറെ കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് സമയമില്ലാത്തതിന്റെ അല്ല, നമ്മള് വന്ന് ഫുഡ് കഴിച്ചത് അപ്രതീക്ഷിതമായിരുന്നല്ലോ. അത് തന്നെ ലോബ്സ്റ്റർ റോള്. അതെ അതെ, ഞങ്ങള് ഫുഡ് ഇവിടെ കോടയായിട്ട് നമുക്ക് ഈ ഫ്രണ്ടിലുള്ളത് കാണാത്ത. ഇവിടെ ഫ്രണ്ടില് കടല അല്ലേ? ഫ്രണ്ടില് കടല. പക്ഷെ അത് ഈ പുക ഇരിക്കണ കൊണ്ട് നമുക്ക് അവിടെ ആകാശമാണ്, പക്ഷെ അവിടെ മൊത്തം കടലാണ് കേട്ടോ. വെള്ളം തിളപ്പിച്ചിട്ടേ ആ കപ്പിലേക്ക് മറ്റേ 3-in-1 കോഫി പൗഡർ ഇട്ടിട്ട്. അങ്ങനെ മതിയോ? അതല്ലേ നല്ലത്. ഇതിട്ട് തിളപ്പിക്കണ്ടല്ലേ? ഏതാ കൂടി തിളപ്പിക്കണ്ടടാ? ഉണ്ടല്ലേ, അത്ര വെള്ളം വേണ്ടി വരില്ല, 2 കപ്പേ ഉള്ളൂ. വെള്ളം തിളപ്പിച്ചിട്ട് ഇത്തവണ മറക്കാണ്ട് ഗ്യാസ് എടുത്തിട്ടുണ്ട്. 2 ഒന്നല്ല 2 എടുത്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒരു കുറവ് വേണ്ട. നിക്ക് അമ്മ എടുത്തുതരാം. എന്താ മോനെ? നമുക്ക് മഷ്റൂം കൊടുക്കാനാ. എന്നാ അത് കഴിച്ചിട്ട് അമ്മ ബാക്കി തരാം കേട്ടോ. ഈ സ്റ്റവ് ഞങ്ങൾ കോസ്കോന്ന് മേടിച്ചേട്ടോ. നല്ലൊരു മേടിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും യൂസ് ഉണ്ടാവും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മളത് മറ്റാ ടൊറന്റോയ്ക്ക് പോയ സമയത്ത്. അതെ, പക്ഷെ നല്ല ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം അല്ലേ? എന്താ മോനെ? അതിനടുത്ത് മതി, നല്ല ചൂട് കിട്ടും. നല്ല ചൂടുണ്ട്, വേണമെങ്കിൽ ഇവിടെ വന്നിരുന്നു. അത് ഇച്ചിരി അങ്ങ് നീക്കി വെച്ചിട്ടേ. കാറ്റ് പിടിക്കുന്നുണ്ട്. എവിടെ നിന്നാണോ കാറ്റ് പിടിക്കുന്നത്? അതിന്റെ തന്നെ ബോക്സ് അത് അവിടെ വെച്ചാൽ അപ്പൊ ഇതിന്റെ ചൂട് കിട്ടും. എന്റെ മറവിലിരുത്തിക്കണടാ. ആണോ? തണുപ്പ് കാറ്റ് ബാക്കിൽ നിന്ന് വീശുണ്ടല്ലോ, അപ്പൊ അത് ഞാൻ ഇച്ചിരി കാലയിലിട്ടെ. ഞങ്ങൾ ഇന്ന് പതിവിലും വിപരീതമായിട്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങിട്ടോ വീട്ടിൽ നിന്ന്. അതാ ഇന്ന് ഞങ്ങൾ നേരത്തെ ഇറങ്ങി ഇപ്പോഴത്തേക്കും. പക്ഷെ മഴ ചെറുതായിട്ടൊന്നും ചതിച്ചു നമ്മളല്ലേ. നീ മോക്ക് മാത്രം ഉണ്ടായിക്കൊണ്ടു, എനിക്കൊന്നും ഉണ്ടായിക്കൊണ്ടുന്നില്ല അല്ലേ? അയ്യോ എനിക്ക് വിറക്കണ പിള്ളേ. ആബിക്ക് ഈയിടെയായിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് മഷ്റൂം. അതെടുക്കണ്ട, അത് പോയി. അയ്യോ അവിടെ പോയത് എടുക്കണ്ട മോനെ, ഇവിടെ എന്തൊക്കെ ചാടിക്കണം കളഞ്ഞു. അവിടെ കൈ തുടക്കണ സംഭവം എടുത്തില്ലേടി വണ്ടിന്ന്? വൈപ്സാ? എടുത്തില്ല. ഞാൻ എടുത്തോണ്ട് വരാം, കാരണം ഇവിടെ ആരൊക്കെ എന്തൊക്കെയാ ചെയ്തേക്കണെന്ന് അറിയാൻ പാടില്ല നമുക്ക്. അപ്പൊ വരും. എടാ വെള്ളം കുപ്പ് എടുത്തോളാം കൊച്ചിന്റെ. എന്തോ അവക്കടെ അല്ലെങ്കിൽ ആ ബാഗ് എടുത്തേക്ക്, ഞാൻ പാലും എടുത്തോളാം. എൻ്റെ അകത്ത് മറ്റേ ഇതിന്റെ പാലിരിപ്പുണ്ട്.
ചായ തിളപ്പിച്ചിട്ട് ചായയോടുകൂടി നമുക്ക് അങ്ങ് വിട്ടേക്കാം അല്ലേ? ആ ചായയോടെ വയ്ക്കാം. ഇനിയിപ്പോ അല്ലെങ്കിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇരുട്ടാവും. ആ അത് മാത്രല്ല ഇവിടെ പിന്നെ 8 മണിയാകുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണമല്ലോ. നമ്മളിവിടെ ചായ കുടിച്ചിരുന്ന സെക്യൂരിറ്റിമാർ അതിന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളിവിടെ വന്നിട്ട് ടാക്കോസ് ഒക്കെ ഉണ്ടാക്കാന്ന് ഓർത്തിട്ടുള്ള അതിനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നേ. അതിന് അടുത്ത ദിവസം നമുക്ക് ഉണ്ടാക്കാലോ. അതെ അടുത്ത പരിപാടിക്ക്. ഇനിയിപ്പോൾ 9-ാം തീയതി നമ്മുടെ ഒരു കൂട്ടുകാരനും വൈഫും വരുന്നുണ്ട്, നോവാ സ്കോഷ്യന്ന്, ഷനിലും നിത്യം. അപ്പോൾ അന്ന് നമ്മളൊന്ന് പുറത്തിറങ്ങുന്നുണ്ട് അല്ലേടി? അന്ന് നമുക്ക് എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്ത് പോയിട്ട് ക്യാമ്പ് ചെയ്യാം അല്ലേ? മതിയോ? എനിക്ക് വേണ്ട, കഴിച്ചു. ചായ തിളക്കണുള്ളൂ. ഞങ്ങളിപ്പോൾ പെട്ടെന്നുള്ള പരിപാടിക്ക് ഇതാട്ടോ റെഡി മിക്സ് ആണ്. പക്ഷെ അത് നല്ലതാണ് കേട്ടോ. നെസ്കഫേയുടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊക്കെ ചൂടുള്ള പാൽ ചായ കിട്ടും, പാൽ കാപ്പി കിട്ടും. അത് കുടിക്കാൻ കൊള്ളില്ലായിരിക്കും, എന്നാലും പെട്ടെന്നുള്ള സാഹചര്യം. അതെ ഇവിടെ നിന്നെല്ലാം നല്ല വ്യൂ ആണ്. പക്ഷെ എല്ലാം ഈ മിസ്റ്റ് മറച്ചേക്ക്. ആ താഴെ കാണുന്നത് കടലാണ് കേട്ടോ. ആ വെളുത്ത് കാണുന്ന എല്ലാം കടലാണ്. ആകാശം ഏതാ കടൽ ഏതാ എന്താന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് ഇരിക്കണത്. ഒരു മനുഷ്യ കുഞ്ഞില്ലട്ടോ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. നല്ല പ്രൈവസി. ഇത്ര ഓപ്പൺ സ്ഥലമാണെങ്കിലും നല്ല പ്രൈവസിയാണ്. ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിളിച്ച് പറയുക അല്ലടി, നമുക്ക് എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാം. ബാക്കിലേക്ക് ഒന്ന് കാണിച്ചെടുത്തത് ഫുൾ കോട. കോടയൊക്കെ കാണിച്ചു കൊടുത്തു ഞാൻ അല്ലേ? നമുക്കിവിടെ ഫുൾ പ്രൈവസി. ഇത്ര ഓപ്പൺ സ്പേസിൽ നിന്നിട്ട് നമുക്ക് ഫുൾ പ്രൈവസി അല്ലേ? എനിക്ക് ശരിക്കും പേടിയാവുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ആരുമില്ല, ഒരു മനുഷ്യ കുഞ്ഞില്ല ഇവിടെ. അബിഗലിന്റെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട് സ്ഥലം അബിഗലിന്റെ അഭിപ്രായത്തില്? ഇഷ്ടപ്പെടുന്നുണ്ടോ? ആബി നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ ആൾക്കാരോട്. ആൾക്കാരോടൊന്ന് പറഞ്ഞേ. അതന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കാൻ പറ കേട്ടോ. പിന്നെ ബെല്ലൈക്കണും ഞെക്കാൻ പറ കേട്ടോ. കേട്ടോ? അങ്ങനെ ഞെക്കണ ആൾക്കാർക്ക് ആബി എന്തൊരുക്കും ഒരു ഹായ് കൊടുക്കും അല്ലേ? ആബിയുടെ മിൽക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതല്ല മറ്റേ ലേ ആബി. അങ്ങനെ ഞാനിപ്പോ പറഞ്ഞു നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് കൂട്ടുണ്ടാന്നല്ലേ? ആപ്പി എന്താ ഇവിടെ? കാപ്പി കാണുന്നില്ല, പയ്യെ ഇരുട്ടായി തുടങ്ങി കേട്ടോ. ഇന്ന് 8 മണിക്കല്ലേ സൺസെറ്റ്? 8 മണിക്കാണ്. 7:58 നീ പറഞ്ഞ? 7:58. 8 മണിക്ക് 2 മിനിറ്റല്ലേ കുറവുള്ളൂ. അടിപൊളി. നമ്മുടെ ലാമ്പ് എല്ലാ സ്ഥലം നമുക്കൊരു കാറൊരു വീടാക്കി കിടന്നാലും രാത്രി ലൈറ്റൊക്കെ ഉണ്ടല്ലോ, ഇവിടെ തന്നെ അങ്ങ് കൂടാം. ഇനിയിപ്പോ അവിടം വരെ ഓടിച്ചെല്ലുമ്പോഴത്തേക്കും ചായ തിളച്ചോണ്ടിരിക്കുക. ഇവിടെ തന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിലേ ഇന്നത്തെ രാത്രി നമുക്ക് സുന്ദരമാക്കാം. അയ്യോ അങ്ങനെ കാപ്പി റെഡി. കാപ്പി അബിഗേന് വേണോ? കാപ്പി വേണോ? അബിഗേന് കാപ്പി വേണോ? അബിഗേന് വേണ്ട കാപ്പി? കാപ്പി റെഡി. ഈ വെള്ളം കളഞ്ഞേക്കാം അല്ലേ? അത് കളഞ്ഞേക്കേ. ഞാൻ ഇളക്കാനുള്ളൊരു സ്പൂൺ എടുത്തുണ്ട്. സ്പൂണല്ല, വണ്ടിയിൽ ഒരു ഇതിരിപ്പുണ്ട്. ചായ കത്തി വെച്ചോ? എടാ തൊള വീടാ, പേപ്പർ ഗ്ലാസ് അയച്ചായത്. ഇല്ല, അതിനേക്കാളും വലിയൊരു പ്രശ്നം ഇത് എന്താ ഇരിഞ്ഞിട്ട് വെച്ചേക്കണേ തമ്പുരാനറിയാം. മാറ്. എങ്ങനെയുണ്ട്? മിക്സ് ആയോ? ചോറുണ്ടോ? അത് ഇല്ല ചോറില്ലടി.
മിക്സായോ? മിക്സായി. എങ്ങനെയുണ്ട് ചായ? സബാഷ് അല്ലേ? സബാഷ് സബാഷ് ബലേബഷ്. നമ്മളെങ്ങനെ കോട താണ്ടി വീട്ടിലെത്തൂടി? വഴി ഒന്നും കാണുന്നില്ല. വല്ല കരടിയൊക്കെ വട്ടം ചാടി കഴിഞ്ഞാൽ പണി പോകും. ഒന്നും കാണുന്നില്ല. ഇത്ര സ്ഥലത്ത് ഒരു 30 കിലോമീറ്റർ ചുറ്റളവിൽ ഞങ്ങളുടെ വണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ കൊടുങ്കാടിന്റെ നടുക്കാണ് എന്റെ തിരിഞ്ഞിട്ട് ഒന്നും കാണുന്നില്ല. വളവാണ്, ഒടുക്കത്തെ വളവും അപ്പുറത്ത് കൊക്കയും. നീ ഫോൺ പിടിക്ക്. നമ്മളൊരു 60 കിലോമീറ്റർ 70 കിലോമീറ്റർ നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് സർവൈവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റിസ്ക് ഇല്ല. ഞങ്ങളപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെറിയൊരു ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പെട്രോൾ തീരാറായി. 86 കിലോമീറ്ററാണ് റേഞ്ച് കാണിക്കുന്നത്. നമുക്കിനി ഒരു 120ഓളം കിലോമീറ്റർ ഉണ്ട്. നേരം എത്രയായി? 9 കാലമായി. നേരം സമയത്ത് ഒരു പെട്രോൾ പമ്പ് കിട്ടാന്നുള്ളത് ചെറിയൊരു ടാസ്ക് തന്നെയാണ്. ഉണ്ടാവും നോക്കാം. ഞാനാണെങ്കിൽ എക്കോണമിയിലാണ് പിടിച്ചുകൊണ്ട് പോണത്. പയ്യെ പോണത്. കുറച്ചെങ്കിൽ അത്രയും പെട്രോളെങ്കിലും സേവ് ആവുമല്ലോ. ഞങ്ങളിതിപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് പെട്രോൾ തീർന്നു വണ്ടിയുടെ. അപ്പോൾ അങ്ങനെ ഭാഗ്യത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ആൽമയിൽ വന്നിട്ട് തിരിച്ചു പോയ സമയത്ത് ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പമ്പ്, അപ്പോൾ ഞങ്ങളിത് തിരിച്ച് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് പെട്രോൾ തീർന്നു. അപ്പോൾ ഞങ്ങളത് പെട്രോൾ അടിക്കാൻ വേണ്ടി ഇവിടെ പമ്പിൽ കയറിയേക്കുവാണ്. ഭാഗ്യവശാൽ അത് അടച്ചിട്ടുണ്ടായില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോകുന്ന സമയത്ത് അടച്ചായിരുന്നു ഇത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് ഇവിടെ നിന്ന് പെട്രോൾ അടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് എന്തോ ഭാഗ്യമുള്ളത് കൊണ്ട് 10 മണി വരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പെട്രോൾ അടിക്കാൻ വേണ്ടി അവനവിടെ കയറിയേക്കുവാണ് പുറത്ത്. അടച്ചോടാ? അടിച്ച്. ഭാഗ്യം പമ്പ് കിട്ടിയത്. അല്ലെങ്കിൽ നമ്മൾ വീടെത്തില്ലായിരുന്നു, വഴി കിടക്കണമെന്ന്. അങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പമ്പില്ലേ? പിന്നെ അങ്ങോട്ട് ഈ സമയത്ത് പമ്പ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതുപോലെ അടിച്ചില്ലേ, ഒരു ഇർവിങ്ങിന്റെ പമ്പ്. നമ്മൾ വീടെത്തുന്നതിന് ഒരു 20 കിലോമീറ്റർ മുമ്പ്. അത് പക്ഷെ അവിടം വരെ എത്തണ്ടേ. അപ്പൊ നമ്മള് പൈസ കടയിൽ കൊണ്ട് കൊടുക്കണ്ട? പൈസ ഞാൻ ഇവിടെ പേ ചെയ്തു. ഞാൻ കടയിൽ കൊണ്ട് കൊടുക്കണായിരിക്കും. ഇല്ല, പൈസ ഇവിടെ പേ ചെയ്തു. മഴ മാറി കേട്ടോ. ഇങ്ങോട്ടൊന്നും മഴ പെയ്തില്ലേ, റോഡൊന്നും നനഞ്ഞിട്ടില്ലല്ലോ. അതിവിടെ ഒരു മൂസ് നിൽക്കണുണ്ട്. മൂസ് മൃഗമാണ് മൂസ്. ആൽമ ഉറങ്ങണേ ഉള്ളൂ അല്ലേ? ഹലോ. അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ചിതേ വീട്ടിലേക്ക് എത്തി. ഞങ്ങൾ തിരിച്ചു വന്ന ഒരു സാഹസികമായിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതായത് നമുക്ക് റോഡൊന്നും കാണാൻ പറ്റില്ല, ഫുൾ മഞ്ഞായിരുന്നു. അപ്പോൾ ഒരു കുറച്ച് ദൂരം ഫുൾ പാടായിരുന്നു നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ മെയിൻ റോഡിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കുഴപ്പമുണ്ടായില്ലായിരുന്നു. അപ്പോൾ അത് ഞങ്ങളങ്ങനെ വീട്ടിലെത്തി. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസവും കഴിഞ്ഞു. ഇനി നാളെ തൊട്ട് വീണ്ടും പഴയപടി ജോലി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ. നിങ്ങൾക്ക് ഈ വീഡിയോയിലെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻസൊക്കെ ഞങ്ങളെ അറിയിക്കുക. അതിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ളതൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾ എന്തായാലും അടുത്ത വീഡിയോയിൽ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ട് പുതിയ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയും അതിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.